നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി കൊടക് സ്വദേശി PA സലീമിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതിക്കെതിരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് വൈകിട്ട് 6 മണി വരെ മാത്രമേ അനുമതിയുള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് ബദിയടുക്ക പ്രഗഡ് സമിതിയുടെ നേതൃത്വത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മതപരിവർത്തനത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി തട്ടിപ്പ് അന്വേഷണത്തിന് ഒരു സംഘം കൂടി. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. കാസർഗോഡ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ പ്രസിദ്ധമായ കലശ മഹോത്സവം ഞായറാഴ്ച. ഇതോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് പരിസമാപ്തി കുറിക്കും. കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വിരമിച്ച അശോക് റായ് M, അനിൽകുമാർ K എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി കൊടക് സ്വദേശി PA സലീമിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വീണ്ടും കോടതിയിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. പടന്നക്കാട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയും സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ പ്രതി സലീമിന്റെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയായി. വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം സലീമിനെയും കൊണ്ട് കൂത്തുപറമ്പിൽ തെളിവെടുപ്പിന് പോയ പോലീസ് സംഘം പണയം വെച്ച സ്വർണം കണ്ടെടുത്തിരുന്നു. ദൃക്സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവം നടന്നതിന് ശേഷം ഇയാളെ സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ട ആളും പ്രതി നടന്നു വരുന്നത് കണ്ട 2 പേരുമാണ് തിരിച്ചറിഞ്ഞത്. സംഭവശേഷം കാഞ്ഞങ്ങാട് നിന്ന് ട്രെയിൻ കയറിയാണ് സലീം തലശ്ശേരിയിലെത്തിയത്. അവിടെ നിന്ന് ചെറുവണ്ണൂരിലെ സഹോദരിയെയും കൂട്ടി കൂത്തുപറമ്പിലെത്തി സ്വർണം വിൽപ്പന നടത്തുകയായിരുന്നു. പിന്നീട് ഇയാൾ വീരാജ്പേട്ടയിലേക്ക് ബസ് കയറി. ഇവിടെ നിന്ന് മൈസൂരുവിലേക്കും പിന്നീട് ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് മുംബൈയിലേക്കും കടന്നു കളയുകയായിരുന്നു. മുംബൈ കാമാത്തിപുരയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ എത്തിയിരുന്നെങ്കിലും അവിടെ ജോലി തരപ്പെടുത്താനായില്ല. തുടർന്ന് ആന്ധ്ര അഡോണിയിലെ സിമന്റ് ഫാക്ടറിയിൽ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടേക്ക് ട്രെയിൻ കയറിയത്. എന്നാൽ ഫാക്ടറി എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് കൂട്ടുകാരിയുടെ സഹായത്തോടെ റായ്പൂരിലെ തോട്ടത്തിൽ ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചത്. ഇതിനായി ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറാനായി നിൽക്കുമ്പോഴാണ് പോലീസ് വലയിലായത്. മെയ് 15 പുലർച്ചെ 2:30 കേസിനാസ്പദമായ സംഭവം. 10 ദിവസം കൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാനായതും അന്വേഷണത്തിന് സഹായകരമായി. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചായിരുന്നു കേസ് അന്വേഷണം. പ്രതിക്കെതിരെ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് കോടതിയിൽ ഹാജരാക്കി. ഇനിയുള്ളത് ബാക്കിയുള്ള തെളിവുകൾ കൂടെ ശേഖരിച്ച് എത്രയും പെട്ടെന്ന് ചാർജ് കൊടുക്കുക, പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രയൽ തുടങ്ങുക എന്നുള്ളതാണ്. പ്രതിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത നടപടി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ജൂൺ 4 രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. ക്രമസമാധാന പാലനം ഉറപ്പാക്കുന്നതിനായി അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് വൈകിട്ട് 6 മണി വരെ മാത്രമേ അനുമതിയുള്ളൂ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭരണാധികാരിയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി P. ബിജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ വിവിധ ബ്ലോക്കുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 8 മുതൽ തപാൽ ബാലറ്റും 8:30 മുതൽ EVM വോട്ടും എണ്ണിത്തുടങ്ങും. പെരിയ കേരള കേന്ദ്ര സർവകലാശാല ക്യാമ്പസിൽ ജൂൺ 3, 4 തീയതികളിൽ അവധി അനുവദിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പരിപാടി തുടങ്ങുന്നത് രാവിലെ 4 മണിക്ക് രാവിലെ ഗംഗോത്രിയിലുള്ള പോസ്റ്റൽ ബാലറ്റ് സ്ട്രോങ് റൂം ഈ സ്ഥാനാർത്ഥികളുടെ സ്ഥാനത്തിൽ അവരുടെ ഏജൻറ്റ് സ്ഥാനത്തിലും തിരക്കും. തിരഞ്ഞ് നമുക്ക് പിന്നീട് 6 മണിക്ക് EVM സ്ട്രോങ് റൂം മഞ്ചേശ്വരം തൊട്ടുള്ള സ്ട്രോങ് റൂമുകൾ ഒന്നൊന്നായിട്ട് അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിലും ഒബ്സർവറുടെ സാന്നിധ്യത്തിലും തുറക്കും. പിന്നീട് 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് സബർമതി ഹാളിൽ തുടങ്ങും. അത് കഴിഞ്ഞ് 8:30 EVM കൗണ്ടിങ് തുടങ്ങും.
വോട്ടെണ്ണൽ ദിവസം ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിന് 1200ഓളം പേരുൾപ്പെടുന്ന പോലീസ് സേനയെ വിന്യസിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾ വൈകിട്ട് 6 മണിക്കകം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനം നടത്തുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സുരക്ഷ ഉറപ്പാക്കും. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങൾ പോലീസിന്റെ പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 1200 പേരുടെ ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സിൻ്റെ. ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. വേറെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ പോയ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേറെ പുറത്തുനിന്നുള്ള പാർട്ടീസിനെയും കിട്ടുന്നുണ്ട്, പോലീസ് പാർട്ടിയെ കിട്ടുന്നുണ്ട്. അപ്പോൾ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോലീസിനെ കവർ ചെയ്യുന്നുണ്ട്. സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ പെട്രോളിംഗ് ഉണ്ടായിരിക്കും, പിക്കറ്റ് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. നിയന്ത്രണങ്ങൾ നമ്മൾ 6 മണിക്ക് ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ പാർട്ടി നേതാക്കളുടെ മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. അവരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യം അവരത് സമ്മതിച്ചിട്ടുണ്ട്. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി അഖിൽ, മീഡിയ നോഡൽ ഓഫീസർ എം മധുസൂദനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിശ്വ ഹിന്ദു പരിഷത്ത് ബദിയടുക്ക പ്രഗണ്ട് സമിതിയുടെ നേതൃത്വത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മതപരിവർത്തനത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട 25കാരിയായ യുവതിയെ ഇതര മതസ്ഥൻ വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവമാണ് പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. വിഷയത്തിൽ ബദിയടുക്ക പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് VHP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പ്രതിഷേധ മാർച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ പണിയെടുക്കണം, പോലീസ് രാഷ്ട്രീയക്കാരന്റെ പണിയെടുക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് മതമുണ്ടെങ്കിൽ നിങ്ങൾ ആ പണി നോക്കി പോകണം സർ. അതല്ലാതെ നിങ്ങൾ ഈ കസേരയിരുന്നുകൊണ്ട് ഈ നാടിന്റെ മാമൂലുകളെ, നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ, നമ്മുടെ ഈ നാടിന്റെ സാമൂഹിക ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുകയല്ല വേണ്ടത്. ഒരു കുടുംബത്തിൽ ഓരോരുത്തരുടെയും പെൺകുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർ ആറ്റുനോറ്റു വളർത്തിയെടുക്കുന്നവരാ. അത് കൈവിട്ടു പോകുമ്പോ, അത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകള് പോകുമ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥന് നോക്കുക. ഇത് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയുള്ള ആളുകൾ അത് ചെയ്യാതിരിക്കുമ്പോ സ്വാഭാവികമായും രോഷമുണ്ടാകും. ഹരീഷ് നാരമ്പാടി അധ്യക്ഷത വഹിച്ചു. RSS ജില്ലാ കാര്യവാഹക് പവിത്രൻ KK പുറം സംസാരിച്ചു. സംഗപ്പ ഭണ്ഡാരി, ഹരീഷ് പുത്രക്കള, ശൈലജ ഭട്ട്, PR സുനിൽ, സുധാമ ഘോസാഡ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഗണേശ് മന്ദിര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി തട്ടിപ്പ് അന്വേഷണത്തിന് ഒരു സംഘത്തെ കൂടി നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി പി ബിജോയ്. ആദൂർ CI സഞ്ജയ് കുമാറിനെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബേക്കൽ DYSP ജെയിൻ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. പ്രതികളെ അറസ്റ്റ് ചെയ്തു, 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട പ്രതിയെ കിട്ടാനുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് പാർട്ടി അതിൻ്റെ പിന്നാലെ ഉണ്ട്. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ DYSP ബേക്കൽ DYSPയുടെ കീഴിൽ ഒരു പുതിയൊരു സംഘത്തെ കൂടെ നിയോഗിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി, പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. അതെ, അതുപോലെ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിലെ DYSP ആണ് എക്സ്ക്ലൂസീവായിട്ട് അതിൻ്റെ അന്വേഷണം നടക്കുന്നത്. അതിനൊരു പ്രത്യേക ടീമുണ്ട്. അപ്പോൾ 2 ടീം, അതായത് അന്വേഷിക്കേണ്ട ഒരു ടീമുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രതികളെ കണ്ടെത്താനും മറ്റൊരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രതിയെ കിട്ടിയാൽ മാത്രമേ ഇനി കൂടുതൽ പ്രതികളുണ്ടോ, അദ്ദേഹത്തെ സഹായിക്കാൻ വേറെ വല്ലവരും ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയാൻ കഴിയത്തുള്ളൂ. അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ്. കാസർഗോഡ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ പ്രസിദ്ധമായ കലശ മഹോത്സവം ഞായറാഴ്ച. ഇതോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് സമാപനമാകും. ആർപ്പുവിളികളോടെ കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ഭഗവതിയുടെ കലശോത്സവ ചടങ്ങിനായി കവുങ്ങിൻ പൂക്കുലകൾ ശേഖരിച്ചു.
നീലേശ്വരം മന്നംപുറത്ത് കാവിൽ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പ്രസിദ്ധമായ കലശ മഹോത്സവത്തോടെ 6 മാസക്കാലം നീണ്ട തെയ്യാട്ടക്കാലത്തിന് സമാപനം കുറിക്കും. കലശോത്സവ ദിനത്തിൽ ദർശനം തേടിയെത്തുന്ന പതിനായിരങ്ങളാൽ കാവ് നിറയും. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി തെക്ക് വടക്ക് കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ആർപ്പ് വിളികളോടെ കലശത്തട്ട് അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങിൻ പൂക്കുലകളും ചെക്കിപ്പൂക്കളും ശേഖരിച്ചു. ക്ഷേത്രസ്ഥാനികന്മാരുടെ നേതൃത്വത്തിലാണ് ബാല്യക്കാർ പൂക്കുലകൾ ശേഖരിക്കാൻ മടിക്കി ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെത്തിയത്. കലശ മഹോത്സവത്തിൽ പ്രധാന ഭഗവതിയുടെ തിരുമുടിയേറ്റുന്ന കോലധാരി സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ ചടങ്ങുകൾ വിശദമാക്കി. ഉത്തര കേരളത്തിലെ തെയ്യക്കാലത്തിൻ്റെ പരിസമാപ്തിയാണ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ കലശം. ഈ വർഷത്തെ കലശത്തിൻ്റെ പുതുമ മാടായിക്കാവിലും അതുപോലെ തന്നെ കളരിവാതിക്കാലും ഒരേ ദിവസം തന്നെയാണ് കലശം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ പരിസമാപ്തി എന്ന് തന്നെ പറയാം, അള്ളാടെ സ്വരൂപത്തെയും കോലസ്വരൂപത്തെയും. മന്നംപുറത്ത് കാവിലെ കലശം എന്നത് പറയുന്നത് മടിയൻകോലത്തെ കലശ ദിവസം ഇവിടെ നടയിൽ പ്രാർത്ഥന ചെയ്യും. കോലധാരികളും 2 കളരിക്കാരും അതുമായി ബന്ധപ്പെട്ട പൂക്കണിച്ചാൻ എല്ലാ വിഭാഗക്കാരും വന്ന് അന്ന് നടയിൽ പ്രാർത്ഥന നടത്തിയിട്ടാണ് ഇതിൻ്റെ തുടക്കം വരുന്നത്. അന്ന് മുതൽ 10 ദിവസത്തിന് ശേഷമാണ് കലശത്തിൻ്റെ ദിവസം നമ്മൾ തീരുമാനിക്കുക. അതിന് 2 കൊടിയാഴ്ച വേണം. ഒന്ന് കൽപ്പിക്കുന്ന ദിവസം കൊടിയാഴ്ച വേണം, അതുപോലെ തന്നെ ഓല വത്താനും പൂത്താക്കാനും കൊടിയാഴ്ച വേണം, പുറത്തെ കലശത്തിനും കൊടിയാഴ്ച വേണം. പൂക്കണിച്ചാൻ കുട വെക്കുമ്പോൾ കോലം തിരുനടയിലേക്ക് പോവുകയും തലയിൽ മുടിയേറ്റി ആർപ്പ് വിളിയോടുകൂടി കലശങ്ങൾ 3 ചുറ്റും വരും. പിന്നെ അതിൻ്റെ ആളെ കൂടുതലും കുറവ് അനുസരിച്ച് തെയ്യത്തിൻ്റെ കുറച്ച് സമയം ഉണ്ടാവും. അതോടുകൂടി പരിസമാപ്തിയായി. അതാണ് കലശം. പിറ്റേ ദിവസം മയ്യിൽ വാഴുന്നവർ വന്ന് ശുദ്ധികലശം ചെയ്തതോടുകൂടി കലശത്തിൻ്റെ പരിസമാപ്തിയായി. ഞായറാഴ്ച വൈകിട്ട് പ്രസന്ന പൂജ കഴിഞ്ഞ് നാളികേരം മുടക്കുന്നതോടെ തിരുവർക്കാട്ട് ഭഗവതി, ക്ഷേത്രപാലകനീശ്വരൻ, നടയിൽ ഭഗവതി, കൈക്ലോൺ തെയ്യങ്ങളും 2 കലശകുംഭങ്ങളും കാവ് വലം വയ്ക്കും. ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മീൻകോവ വരവും നടക്കും. വളപട്ടണം, കളരിവാതുക്കൽ, മാടായിക്കാവ് എന്നിവിടങ്ങളിലും കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള കലശ മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വിരമിച്ച അശോക് റായ് എം, അനിൽകുമാർ കെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സർവീസിന് ശേഷം വിരമിച്ച കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ജോയിന്റ് സെക്രട്ടറിയും മാനേജറുമായ അശോക് റായ്, ബ്രാഞ്ച് ഓഫീസർ അനിൽകുമാർ കെ എന്നിവർക്ക് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ സഹകരണ മേഖലയ്ക്ക് അശോക് റായ് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് CH കുഞ്ഞമ്പു MLA പറഞ്ഞു. സഹകരണ മേഖലയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയാലും ജീവനക്കാരായാലും അവരുടെ ആദ്യം ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് സത്യസന്ധതയാണ്, ഓണസ്റ്റായിരിക്കണം. വാക്കുകളിലും പ്രവൃത്തികളിലും ജീവിതത്തിലുമെല്ലാം 100% സത്യസന്ധത പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് സഹകരിക്കാവാൻ പറ്റില്ല. ഒരാൾ മതി ഒരു സഹകരണ പ്രസ്ഥാനം. ഒരാളുടെ ഒരു ഹീനകൃത്യം കൊണ്ട് എന്തു സംഭവിക്കണം എന്നതൊക്കെ ഉദാഹരണമാണ്. അതുകൊണ്ട് കാസർഗോഡ് സർവീസ് മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ, അവരെ ഒരാളെ സംബന്ധിച്ച് പോലും ഒരു ആക്ഷേപം പറയാനില്ലാതെ അവർ സത്യസന്ധമായ രീതിയിലുള്ള. ബാങ്ക് പ്രസിഡന്റ് SJ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. രവീന്ദ്ര A ഉപഹാര സമർപ്പണം നടത്തി. M സുമതി, AG നായർ, P ദാമോദര, മനോജ് കുമാർ, മുഹമ്മദ് ഹനീഫ്, രാഘവൻ വെള്ളിപ്പാടി, AP പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അശോക് റായ്, അനിൽകുമാർ കെ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സെക്രട്ടറി P ജാനകി സ്വാഗതവും KV രമേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിദ്യാനഗർ കാസർഗോഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റിയിൽ നിന്ന് വിരമിക്കുന്ന സുകുമാരൻ നായർക്ക് യാത്രയയപ്പ് നൽകി. പരിപാടിയിൽ പങ്കെടുത്തവരെ പ്ലാവിൻ തൈകൾ സമ്മാനിച്ചായിരുന്നു സ്വീകരിച്ചത്. പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘാടകർ പ്ലാവിൻ തൈകൾ സമ്മാനിച്ചത്. നാടിന്റെ പച്ചപ്പും ഭക്ഷ്യസുരക്ഷയും ലക്ഷ്യമിട്ട് യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തവർക്ക് ഓർമ്മയ്ക്കായി നൽകിയത് പ്ലാവിൻ തൈകൾ. കാസർഗോഡ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് സൊസൈറ്റിയിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് സെക്രട്ടറി T സുകുമാരൻ നായരുടെ യാത്രയയപ്പ് യോഗത്തിനെത്തിയവർക്കാണ് പ്ലാവിൻ തൈകൾ നൽകിയത്. കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണ വിപണന രംഗത്തും മറ്റ് വ്യാപാര മേഖലകളിലും 6.5 പതിറ്റാണ്ടിലേറെയായി വിദ്യാനഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘമാണ് യാത്രയയപ്പ് യോഗം വേറിട്ടതാക്കി ശ്രദ്ധ നേടിയത്.
ബാംഗ്ലൂരിൽ നിന്നെത്തിച്ച വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവിൻ തൈകളാണ് യോഗത്തിനെത്തിയവർക്ക് നൽകിയത്. ജൂൺ 5 നടക്കുന്ന പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശമാണ് പ്ലാവിൻ തൈകൾ നൽകിയതിലൂടെ കൈമാറിയത്. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനം നമ്മുടെ ജില്ലയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നു. അപ്പോൾ ഒരു സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സഹകരണ പ്രസ്ഥാനത്തിൽ പ്രസിഡന്റ് ഉണ്ടാകും, ഡയറക്ടർമാരുണ്ടാകും, സെക്രട്ടറി ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലയിലാണ് പ്രിയപ്പെട്ട ശ്രീ ടി സുകുമാരൻ നായർ 20 വർഷത്തെ സേവനത്തിന് ശേഷം ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. 20 വർഷം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രവർത്തന രംഗത്ത് ഗണനീയമായ കാലഘട്ടമാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം. പ്രസിഡന്റ് KV ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ A രവീന്ദ്ര, അസിസ്റ്റന്റ് ഡയറക്ടർ TM ലത, തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ കൊട്ടോടി എന്നിവർ ഉപഹാരം നൽകി. സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ KV മനോജ് കുമാർ, മുൻ പ്രസിഡന്റ് AK നായർ, മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ K ജയചന്ദ്രൻ, സെക്രട്ടറി PK വിനോദ് കുമാർ, വൈസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ, ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് US ബാലൻ, മുൻ സെക്രട്ടറി P ഭാസ്കരൻ നായർ, ഓഡിറ്റേഴ്സ് ആൻഡ് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C വിനോദ് കുമാർ, KCF താലൂക്ക് പ്രസിഡന്റ് K നാരായണൻ നായർ, പലവക സംഘം ചീഫ് എക്സിക്യൂട്ടീവ് ഫോറം സെക്രട്ടറി KV സജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംഗീതാസ്വാദകരുടെ മനം കവർന്ന് കാസർഗോട്ട് ഓപ്പൺ മൈക്ക് മ്യൂസിക് ജാമിംഗ് പരിപാടി. ഫയർഫ്ലൈസ് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോലായി ലൈബ്രറിയുടെയും വിദ്യാനഗർ പോലീസ് സ്റ്റേഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മാനവീയം വീഥിയിലെ സംഗീത പരിപാടിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കാസർഗോഡ് ഫയർഫ്ലൈസ് കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ മൈക്ക് മ്യൂസിക് ജാമിംഗ് പരിപാടി സംഘടിപ്പിച്ചത്. കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ് ആസ്വാദകരുടെ മനസ്സ് കീഴടക്കി മധുരഗാനങ്ങളുമായി രംഗത്തെത്തിയത്. തിരുവനന്തപുരത്ത് പോയ സമയത്ത് അവിടെ വൈകുന്നേരങ്ങളിൽ പാട്ട് പരിപാടികൾ, കൂട്ടും കൂടലുകൾ ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് കാസർഗോഡ് നടക്കുന്നില്ല, ആ ഒരു ചിന്ത എന്നാണ് ഈ ഒരു പരിപാടിയുടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ പരിപാടിയെല്ലാം നടക്കും, ഇവിടെ ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നടക്കാനായിട്ട് ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ്റെ സീഡ് ഇട്ട് കൊടുക്കുക, ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇവിടെ ഇതുപോലത്തെ പരിപാടികൾ നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ ഈ പരിപാടി ഇപ്പോൾ നമ്മളിവിടെ നടത്തുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി, കോലായി, പിന്നെ കാസർഗോഡ് പോലീസ് അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. വിദ്യാനഗർ ഉളിയത്തെടുക്ക റോഡിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് സമീപമായിരുന്നു പരിപാടി ഒരുക്കിയത്. നിരവധി കലാ ആസ്വാദകരാണ് പരിപാടി കാണാനായി എത്തിയത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. കോലായി ലൈബ്രറി പ്രസിഡന്റ് അസൈനർ തോട്ടുംഭാഗം, റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രശാന്ത്, ഹനീഫ്, മുംതാസ് ടീച്ചർ, സുലേഖ മാഹിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിശപ്പ് രഹിത ടൗൺ എന്ന ലക്ഷ്യമിട്ട് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ ഭക്ഷണ വിതരണം തുടങ്ങി. തൃക്കരിപ്പൂർ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ കണ്ടെത്തി ഉച്ചഭക്ഷണം എത്തിച്ചു നൽകുകയാണ് സ്കൂളിന്റെ VHSC വിഭാഗം NSS വിദ്യാർത്ഥികൾ. തൃക്കരിപ്പൂർ ടൗണിലെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ ദിവസവും എത്തുകയും ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നവരെ ഗ്രാമപഞ്ചായത്ത് അംഗം E ശശിധരനൊപ്പം ഒരാഴ്ച കൊണ്ട് NSS വോളണ്ടിയർമാർ കണ്ടെത്തിയാണ് വിശപ്പ് രഹിത ടൗൺ എന്ന പദ്ധതി രൂപപ്പെടുത്തിയത്. NSS വോളണ്ടിയർമാർ സ്വന്തം വീടുകളിൽ നിന്നും എല്ലാ ദിവസവും ഒരു നേരത്തെ ഭക്ഷണം പൊതിയാക്കി സ്കൂളിൽ എത്തിച്ചാണ് നൽകുന്നത്. ഞായറെന്നോ പൊതു അവധി ദിവസമെന്നോ നോക്കാതെ പൊതിച്ചോറ് നൽകുന്നതിന് മുടക്കമുണ്ടാകില്ലെന്ന് വോളണ്ടിയർമാർ പറഞ്ഞു. ഒഴിവ് ദിവസം ഇല്ലാണ്ട് എല്ലാ ദിവസവും പൊതിച്ചോറ് വീതം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള തൃക്കരിപ്പൂർ വിശപ്പുരഹിത തൃക്കരിപ്പൂരാക്കി തന്നെ മാറ്റാനാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് ടൗൺ വാർഡ് അംഗം E ശശിധരൻ വോളണ്ടിയർമാരിൽ നിന്നും ആദ്യ ദിവസത്തെ പൊതിച്ചോറുകൾ ഏറ്റുവാങ്ങി. തുടർന്ന് അദ്ദേഹത്തോടൊപ്പം ചെന്നാണ് കുട്ടികൾ ഭക്ഷണം ആവശ്യക്കാർക്ക് വിതരണം ചെയ്തത്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ, സ്കൂൾ PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, VHSC പ്രിൻസിപ്പാൾ P സീമ, NSS പ്രോഗ്രാം ഓഫീസർ വി കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു. വളണ്ടിയർ ലീഡർമാരായ ഷബ്ന ബേബി ജോൺ, നന്ദൻ ജി പാലോറ, MT ശ്രേയ എന്നിവർ നേതൃത്വം നൽകി. 40 പേർ ഉൾപ്പെടുന്ന വോളണ്ടിയർമാരുടെ സംഘത്തെ ഓരോ മാസവും വിതരണത്തിനായി വേർതിരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുഞ്ചത്തൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അക്കൗണ്ടന്റ് ചിത്രാവതിക്ക് യാത്രയയപ്പ് നൽകി. മഞ്ചേശ്വരം ബാങ്ക് ഹെഡ് ഓഫീസിൽ വെച്ചായിരുന്നു യാത്രയയപ്പ് സമ്മേളനം. 25 വർഷക്കാലം കുഞ്ചത്തൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ സേവനമനുഷ്ഠിച്ച അക്കൗണ്ടന്റ് ചിത്രാവതിക്ക് യാത്രയയപ്പ് നൽകി. മഞ്ചേശ്വരം ബാങ്ക് ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ചിത്രാവതിയെ ഷാളും മൊമന്റോയും നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ നേതൃത്വം നൽകി. പരിപാടിയിൽ ബാങ്ക് സെക്രട്ടറി രാജൻ നായർ, വിജയ കനില, ദയാകർ മാട തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം 2024 സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ ഇക്കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ 294 വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. 100% വിജയം നേടിയ 7 പൊതുവിദ്യാലയങ്ങളെയും SSLCയിൽ മുഴുവൻ A+ നേടിയ 162 വിദ്യാർത്ഥികളെയും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 65 വിദ്യാർത്ഥികളെയും USS നേടിയ 30 പേരെയും LSS നേടിയ 37 പേരെയും നഗരസഭ അനുമോദിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അവസാനമോ അല്ലെങ്കിൽ ഏറ്റവും വലിയ നേട്ടമോ ആയതുകൊണ്ടല്ല അനുമോദിക്കുന്നത്. ഇതൊരു പ്രോത്സാഹനമാണ്. മുമ്പോട്ടുള്ള വിദ്യാഭ്യാസ നേട്ടങ്ങളിലേക്ക് ഒരു പ്രോത്സാഹനം, ഒരു ഊർജം. LSS നേടിയ കുട്ടികൾക്ക് ഇനിയും USSലേക്ക് എത്താൻ, SSLC നേടി +2 നേടിയിട്ടുള്ള കുട്ടികൾക്ക് +2ലേക്ക് എത്താൻ, +2ലുള്ള കുട്ടികൾക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ ഒക്കെയുള്ള ഒരു പ്രോത്സാഹനമായിട്ട് തന്നെ മറ്റുള്ള കുട്ടികളും ഇതിനെ കാണേണ്ടതുണ്ട്. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ K ലത, KV സരസ്വതി, P അഹമ്മദ് അലി, കൗൺസിലർമാരായ വന്ദന ബൽരാജ്, KK ജാഫർ, KV മായാകുമാരി, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ PV മോഹനൻ, നഗരസഭാ സെക്രട്ടറി N മനോജ്, നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ വൈശാഖ് ശോഭനൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി സ്വാഗതവും നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ AV സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് വിജയോത്സവം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. നേതൃസംഗമവും നടത്തി. മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷനും മുസ്ലിം സമുദായ നേതൃസംഗമവും നടന്നു. സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ P നസീർ ഉദ്ഘാടനം ചെയ്തു. മെക്ക ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി NK അലി ആമുഖ പ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് MA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ E റഷീദ് വിഷയാവതരണം നടത്തി. ഓർഗനൈസിംഗ് സെക്രട്ടറി TS അസീസ്, M മഹമ്മൂദ്, അഷറഫ്, സലാം ക്ലാപ്പന എന്നിവർ സംസാരിച്ചു. C മുഹമ്മദ് കുഞ്ഞി നേതൃസംഗമ ചർച്ചയ്ക്ക് സമാരംഭം കുറിച്ച് സംസാരിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് M മൊയ്തു മൗലവി, ബഷീർ വെള്ളിക്കോത്ത്, A ഹമീദ് ഹാജി, VKP ഇസ്മായിൽ ഹാജി, C കുഞ്ഞബ്ദുള്ള ഹാജി, ജിദ്ദ അബ്ദുള്ള ഹാജി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. സലാം തൃക്കരിപ്പൂർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SYS കാഞ്ഞങ്ങാട് സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. ക്ലീനിംഗ് കേരളയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ക്ലീനിംഗ് കേരളയുടെ ഭാഗമായി അജാനൂർ സർക്കിൾ തെക്കേപ്പുറം മുതൽ മാണിക്കോത്ത് വരെ റോഡിന് ഇരുവശവും SYS പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കാഞ്ഞങ്ങാട് സെക്രട്ടറി അബ്ദുൽ സലാം പുഞ്ചാവി ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. SYS കാഞ്ഞങ്ങാട് സോൺ സാമൂഹ്യ വിഭാഗം സെക്രട്ടറി റൌഫ് മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി ഷബീർ ഹസൻ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ജമാഅത്ത് ഭാരവാഹി VK അബ്ദുറഹ്മാൻ, കാഞ്ഞങ്ങാട് സോൺ സാംസ്കാരിക സെക്രട്ടറി മജീദ് ഞാണിക്കടവ് എന്നിവർ സംസാരിച്ചു. അജാനൂർ സർക്കിൾ സെക്രട്ടറി അബൂബക്കർ കൊളവയൽ നന്ദിയും പറഞ്ഞു. ശുചീകരണ പ്രവൃത്തിയിൽ നിരവധി ആളുകൾ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ശോഭിക വെഡിങ്സിൽ വലിയ പെരുന്നാൾ ഓണം ഒരുക്കങ്ങൾ തുടങ്ങി.
ഫ്ലോറൻസ ഇറ്റാലിയ എന്ന പേരിൽ പെർഫ്യൂം ഷോപ്പും പ്രവർത്തനം ആരംഭിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് ഉപഭോക്താക്കളുടെ പ്രിയ സ്ഥാപനമായ ശോഭിക വെഡ്ഡിംഗ്സിൽ വലിയ പെരുന്നാൾ പ്രമാണിച്ച് വിപുലമായ കളക്ഷൻസാണ് ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം പെരുന്നാളും ഓണവുമെല്ലാം സുഗന്ധപൂരിതമാക്കാൻ ഫ്ലോറൻസ ഇറ്റാലിയ എന്ന പേരിൽ പുതുതായി പെർഫ്യൂം ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. ബിഗ്മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, വാർഡ് കൗൺസിലർ സുമയ്യക്ക് ആദ്യ വിൽപ്പന നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ശോഭിക സെൻറ്ററിൽ ഇന്ന് ആരംഭിച്ച ഫ്ലോറൻസ ഇറ്റാലിയ പെർഫ്യൂമിൻ്റെ സെൻറ്ററിന് എല്ലാവിധ ആശംസകൾ നേടിയാണ്. കാഞ്ഞങ്ങാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പുതുമയാർന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാടിനെ സുഗന്ധപൂരിതമാക്കാൻ വേണ്ടി ഇന്നിവിടെ പുതുതായി ലോഞ്ച് ചെയ്ത ഈ പെർഫ്യൂമിന് ഫ്ലോറൻസ പെർഫ്യൂമിന് എല്ലാവിധ ആശംസകളും നേടുകയാണ്. മാറ്റങ്ങളുടെ പ്രതീക്ഷയായ ശോഭിക ടെക്സ്റ്റൈൽസ് രംഗത്ത് പല മാറ്റങ്ങളും നമ്മൾ അറിഞ്ഞത് ശോഭിക വന്നതിന് ശേഷമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ പുതിയ തലമുറയുടെ ട്രെൻഡായ ഫ്ലോറൻസ ഇറ്റാലിയ പെർഫ്യൂംസ് ഇവിടെ പുതുതായി ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരനുഭവമായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക്. എല്ലാവരും വന്ന് എന്താണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയാക്കി വാങ്ങിക്കണമെന്ന് മാത്രം ഞാൻ പറയാനുള്ളൂ. ചടങ്ങിൽ ഫ്ലോറൻസ ഇറ്റാലിയ BDM ഷമീർ പി, ശോഭിക ഷോറൂം മാനേജർ മൻസൂർ എന്നിവർ സംസാരിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് ശോഭിക കാഞ്ഞങ്ങാടിലെ ഒരു കൗണ്ടർ തുടങ്ങാൻ ഞങ്ങൾക്ക് അവസരം തന്ന ഷോപ്പിങ്ങിൻ്റെ മാനേജ്മെൻറ്റിന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റയർലി ഇന്ത്യൻ ക്ലൈമറ്റിന് വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 1 ഡേ അല്ലെങ്കിൽ 8 hours ലാസ്റ്റിംഗ് മിനിമം നമ്മൾ ഈ പെർഫ്യൂം ലാസ്റ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് വന്ന് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഫീലിംഗ് ഒന്ന് ഉൾക്കൊള്ളണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി കൊടക് സ്വദേശി PA സലീമിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതിക്കെതിരെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് വൈകിട്ട് 6 മണി വരെ മാത്രമേ അനുമതിയുള്ളൂ. വിശ്വ ഹിന്ദു പരിഷത്ത് ബദിയടുക്ക പ്രഗഡ് സമിതിയുടെ നേതൃത്വത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മതപരിവർത്തനത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്നാരോപിച്ചായിരുന്നു മാർച്ച്. കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി തട്ടിപ്പ് അന്വേഷണത്തിന് ഒരു സംഘം കൂടി. നിലവിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. കാസർഗോഡ് നീലേശ്വരം മന്നംപുറത്ത് കാവിലെ പ്രസിദ്ധമായ കലശ മഹോത്സവം ഞായറാഴ്ച. ഇതോടെ വടക്കേ മലബാറിലെ കളിയാട്ടക്കാലത്തിന് പരിസമാപ്തി കുറിക്കും. കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും വിരമിച്ച അശോക് റായ് M, അനിൽകുമാർ K എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.